ഖത്തറിലെ US സൈനിക താവളത്തിലെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ അപ്രതീക്ഷിത നീക്കവുമായി ട്രംപ്. വെടിനിർത്തലിന് ധാരണയെന്ന പ്രഖ്യാപനം 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരും. 24 മണിക്കൂറിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ്. പ്രഖ്യാപനം സ്ഥിരീകരിക്കാതെ ഇറാനും ഇസ്രായേലും. ആക്രമണത്തിൽ അയവ് വരുത്താതെ ഇറാനും ഇസ്രായേലും. ടെഹ്റാനു സമീപം രാത്രി തുടർച്ചയായി സ്ഫോടനങ്ങൾ നടന്നെന്ന് റിപ്പോർട്ട്. ഇറാഖിലെ താജി സൈനിക ക്യാമ്പിൽ ആക്രമണം നടന്നതായി സ്ഥിരീകരണം. ടെൽ അവീവിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇറാൻ. ടെഹ്റാനു മുകളിൽ ഇസ്രായേൽ ഹെർമിസ് നിരീക്ഷണ ഡ്രോണുകൾ പറന്നതായി ഇറാൻ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങും. രാവിലെ 10 മുതൽ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ ഇന്ന് മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം വോട്ടർമാരെ നന്ദി അറിയിക്കാൻ. രാവിലെ പാണക്കാട് ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് 2 മണി മുതൽ മണ്ഡലത്തിൽ റോഡ് ഷോ.